ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധ്യാനത്തെ കുറിച്ചിട്ടാണ്. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും നമ്മുടെ തോട്ടുമായിട്ട്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കലാണ്. അതായത് ഒരു യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെയിലും ഒരേപോലെ സഹിക്കുന്നത് പോലെ നമ്മുടെ മൈൻഡിൽ വരുന്ന പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ രണ്ട് തോട്ടിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതായത് രണ്ടിലും ഒരു വികാരം അയാൾക്ക് തോന്നാൻ പാടില്ല. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ മനസ്സ് ഇരിക്കുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു മൈൻഡ് വരും. ഒരു കാം ആയിട്ടുള്ള മൈൻഡാണ് എല്ലാത്തിനും ആധാരം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാക്ടീസിലേക്ക് കടക്കാം. ജസ്റ്റ് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കുമ്പോൾ തോട്ടുകൾ വരും, പലതരത്തിലുള്ള തോട്ടുകൾ വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് നെഗറ്റീവ് തോട്ടുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അത് കുഴപ്പമില്ല, അതായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ചിന്തകൾ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. എന്തൊക്കെ മനസ്സിലൂടെ പോകുന്നതെന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. വെറുതെ അതിനെ നിരീക്ഷിച്ചാൽ മതി. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുറയും. അത് നിങ്ങളെ ഭയങ്കരമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കും. ചിന്തകൾ നിങ്ങളുടേതാണെന്നും ഒരിക്കലും ചിന്തകൾ എന്നെ നിയന്ത്രിക്കരുത്, ചിന്തകളെ ഞാനാണ് നിയന്ത്രിക്കേണ്ടതെന്നും എന്നുള്ള ഒരു തോട്ട് കൊണ്ടുവരിക. മനസ്സിൽ അതിനെ ഫീൽ ചെയ്യുക. മനസ്സ് ഫ്രീ ആയിട്ട് കാമായിട്ട് വരുന്നതായിട്ട് കാണും. ജസ്റ്റ് കണ്ണ് തുറക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്കൊന്ന് നടന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെ ഏത് പൊസിഷനിൽ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ചിന്തേനെ വാച്ച് ചെയ്തിട്ട് ജസ്റ്റ് എന്തോ ചിന്തയായിക്കോട്ടെ അതിനെ വാച്ച് ചെയ്യുക. അത് അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചിന്തകളും നിങ്ങളുടെ ചിന്തകളിൽ ഒരു ഗ്യാപ്പ് വരും. ഓരോ ചിന്ത ആയിട്ട് ആ ഗ്യാപ്പ് പ്രാക്ടീസ് ചെയ്യുന്നതോടും കൂടി വരും. ഈ അവസ്ഥയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന് ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാവും. അത് നമ്മുടെ വർക്കിലും നമ്മൾ ഭയങ്കര കാമായിരിക്കും. നമ്മൾ പിന്നെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞു ഇവിടെ നിർത്താം.